തക്കാളി കൃഷി ചെയ്ത മിക്കവാറും ആൾക്കാർക്കുള്ള പ്രശ്നമാണ് തക്കാളിൻ്റെ അടിയിലുണ്ടാകുന്ന കറുപ്പ് റൗണ്ടിലുള്ള ഒരു കീടം ശല്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് കൂടുതൽ. അപ്പം നമുക്കതിനുള്ള മെയിനായിട്ടുള്ള ഇതെന്ന് വെച്ചാൽ നമ്മൾ മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഒന്നെങ്കിൽ നമ്മളെ ഡോളോമൈറ്റ് അല്ലെങ്കിൽ കുമ്മായം വെച്ചിട്ട് നമ്മൾ മണ്ണിലിട്ട് കൊടുക്കണം. തക്കാളിയുടേത് കണ്ട നമ്മളെ സ്വന്തം കൃഷി സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് തക്കാളി ഇതുപോലെ പറിച്ച് തിന്നാൻ പറ്റുമെങ്കിലുള്ള സന്തോഷം പിന്നെ എന്താ ഇല്ലതല്ലേ. നമ്മളെ വീട്ടാവശ്യത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതിലൊന്നാണ് തക്കാളി. അപ്പം ഈ സമയത്തൊക്കെ നമുക്ക് നന്നായിട്ട് തക്കാളി കൃഷി ചെയ്യാൻ പറ്റുന്ന ടൈമാണ്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് വന്നതെന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തക്കാളിയും നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്നതും തമ്മിലുള്ള ആ ഒരു ടേസ്റ്റ് വ്യത്യാസം കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ അടുത്തതാണ് പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ രാവിലെ തന്നെ അതൊന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പൂക്കളും നമുക്ക് പരാഗണം നടന്ന് അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് കായുണ്ടാവും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കുണ്ടാവുന്ന ആ ഒരു കിളുന്ത് പോലെയുള്ള തൈ അതുപോലെ അത് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉണ്ടാവുന്നതാണ് ഇതുപോലെയുള്ള ശാഖകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പൂക്കൾ ഉണ്ടാകാനും അതുപോലെ അത് നല്ല ഉഷാറിൽ വളരാനൊക്കെ അതിന് ഉപയോഗപ്രദമാണ്. അപ്പം നമ്മൾ വീട്ടിലെല്ലാവരും ഒരു 4, 5, ഒരു 6 ഗ്രോ ബാഗെങ്കിലും തക്കാളി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും തക്കാളി പറിച്ചെടുക്കുകയും ചെയ്യാം. ഇത് 2 പ്രാവശ്യമെങ്കിലും അതിൻ്റെ വിളവ് തരുമ്പോൾ തന്നെ നമ്മൾ അടുത്ത തക്കാളി പാകി കൊടുക്കുക. അപ്പം നമുക്ക് 365 ദിവസവും നമുക്ക് തക്കാളി കൃഷി ചെയ്യാവുന്നതാണ്. ഇതിന് വേണ്ട അടിവളമൊക്കെ കൊടുക്കുക.